ലക്ഷങ്ങൾ മുടക്കി സ്കിൻ ട്രീറ്റ്മെന്റ് നടത്തിയ നടിമാരാണ് പറയുന്നത് 10 രൂപയുടെ സോപ്പ് തെച്ചാ വെളുക്കുന്നു. കോടികൾ റിയൽ എസ്റ്റേറ്റിലും മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സെലിബ്രിറ്റി വന്നിട്ട് പറയും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്കും കോടീശ്വരനാവാന്ന്. സ്വന്തം മക്കളെ വിദേശത്ത് വിട്ട് സേഫ് ആക്കിയ നേതാക്കളാണ് സാധാരണക്കാരന്റെ മക്കളെടുത്ത് കൊടിയും കൊടുത്ത് റോഡിലേക്ക് ഇറങ്ങാൻ പറയുന്നത്. BMW-ലും ബെൻസിലും റേഞ്ച് റോവറിലൊക്കെ വന്നിറങ്ങണ ആത്മീയ നേതാക്കളാണ് നമ്മളോട് പറയുന്നത് ഇതെല്ലാം മോഹമാണ്, മായയാണ്, മിഥ്യയാണ്, ഇതൊക്കെ വെടിയണം, ത്യജിക്കണം. റേറ്റിംഗിന് വേണ്ടി എന്ത് വിഷവും വിളമ്പുന്ന മീഡിയക്കാർ പറയുന്നതാണ് ഞങ്ങളാണ് ഈ നാടിന്റെ കാവലെന്ന്. എണ്ണമയുള്ള സാധനങ്ങൾ തൊടാത്ത സ്പോർട്സ് താരങ്ങൾ വന്നിട്ടാണ് പറയുന്നത് ഈ ചിപ്സ് തിന്നോ നല്ലതാണ് എന്ന്. വർഗീയത പറഞ്ഞ് വിഭജിപ്പിച്ച് വോട്ട് വാങ്ങുന്ന നേതാക്കളാണ് നമ്മളെ സാഹോദര്യം പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കാറിൽ നിന്ന് പുറത്തിറങ്ങാത്ത സെലിബ്രിറ്റീസ് വന്നിട്ട് പറയാ ഈ ബൈക്കിൽ ഈ എഞ്ചിൻ ഓയിൽ വെച്ചാൽ മതിയെന്ന്. കണ്ടിട്ടുണ്ടാവും പാൻ മസാല വിമലിന്റെ പരസ്യത്തിൽ കാറിൽ വരുന്ന 2 സെലിബ്രിറ്റീസ്. പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? എന്റെ രാജ്യത്തുള്ള ജനങ്ങൾ കാണുന്ന പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പറയുന്നു മൊത്തം നിയമവിരുദ്ധം, നിരോധിച്ചു കളയണം. എങ്ങനെ നിരോധിക്കാൻ? പൈസന്റെ അട്ടിന്റെ മുകളിൽ കളിക്കുന്ന കളിയല്ലേ. അന്തന്മാരുടെ നഗരത്തിൽ കണ്ണാടി വെക്കാൻ ആൾക്കാരുണ്ടാവും. ഇത് ഇന്ത്യയാണ്. ഇവിടെ എന്തും ചെലവാകും. എന്ത് പിട്ടിത്തരവും പൊള്ളത്തരവും കള്ളത്തരവും ചെലവാകും. അത് കാണാനും മേടിക്കാനും ഉപയോഗിക്കാനും അതിനുവേണ്ടി തമ്മിത്തല്ലാനും ഇവിടുത്തെ ജനങ്ങൾ റെഡി.